ഹായ് എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രെഡ് വെച്ചിട്ട് ഒരു കിഡിലം ബർഫി തയ്യാറാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ റോസിന്റെ ഫ്ലേവറിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. മിക്സിയിലേക്ക് ഒരു 8 സ്ലൈസ് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചെറിയ ചെറിയ പൊടികളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് വേണ്ട പഞ്ചസാരയാണ്, 1/4 കപ്പ് പഞ്ചസാര. അതോടൊപ്പം തന്നെ പാലൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് 1/2 കപ്പ് പാലൂടെ ചേർത്ത് കട്ടകളും തരികളും ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിന്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം എല്ലാം, അപ്പോൾ ആ ചെറിയ ലൂസായിരിക്കുന്ന വെള്ളം എല്ലാം, നമ്മുടെ പാലും എല്ലാം ഇതിലേക്ക് പിടിക്കും. അപ്പോൾ ചെറുതായിട്ട് കുറുകി വരും, നല്ല കട്ടിയായിട്ട് നമുക്ക് വരുവേ. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ഡ്രോപ്സ് റോസിന്റെ എസൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഫുഡ് കളർ 2-3 ഡ്രോപ്സ് മതിയാവേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ റോസിന്റെ എസൻസ് ഇല്ല എങ്കിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് റോസ് വാട്ടർ ആവശ്യമായിട്ട് വരും. എസൻസ് ആണെങ്കിൽ 2-3 ഡ്രോപ്സ് മതിയാവും കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കൺസിസ്റ്റൻസി, ബർഫിയുടെ കൺസിസ്റ്റൻസി വരുന്നില്ലേ, അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ നെയ്യൂടെ ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബർഫി റെഡി ആകും. നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാനൊരു ട്രേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ബട്ടർ പേപ്പർ ഒക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല കുറച്ച് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബർഫിയുടെ മിക്സ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരേ ഹൈറ്റ് വരണം, എന്നാലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗി കാണത്തുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് ഷേപ്പ് ആക്കി എടുക്കുക, നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രേ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് വിട്ട് വരും, മുട്ടിയൊന്നും പിടിക്കത്തില്ല. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും നമ്മുടെ ബദാമും അതുപോലെ തന്നെ പിസ്തയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭംഗിയുണ്ട് കാണാനല്ലേ. എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പാറ്റില വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമെന്ന് പറയുമ്പോൾ നമുക്കൊരു 1/2 മണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ മതിയാവും. നമുക്ക് തണുപ്പിച്ച് എടുത്താൽ മതിയേ. അപ്പം ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബർഫിയാണ് കേട്ടോ, നമ്മുടെ ബ്രെഡ് റോസ് ബർഫി എന്ന് പറയുന്നത്. അപ്പോൾ കളറും നല്ല രസമുണ്ട് കാണാൻ, മാത്രമല്ല കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.